ഹായ് ഓൾ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കണമല്ലോ അല്ലേ? അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ഫ്ലവർ മേക്കിംഗ് ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ എന്താ അവിടെ ക്ലോത്ത് വെച്ചിട്ടാണ് ഫ്ലവർ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ അവിടെ കോട്ടൺ സിൽക്കിൻ്റെ മെറ്റീരിയൽ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അതിന് ഒരു 4 പീസായിട്ട് കട്ട് ചെയ്തെടുക്കണം. 4 പീസായിട്ട് ഞാൻ ഈ ഒരു ക്ലോത്തിനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ വിഡ്ത്ത് വന്നിട്ട് 2.5 ഇഞ്ചും അതുപോലെ തന്നെ ലെങ്ത്ത് എടുത്തിട്ടുള്ളത് 30 ഇഞ്ച് ലെങ്ത്തിലാണ് കേട്ടോ ഈ ഒരു ക്ലോത്ത് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന് ഞാൻ ഇതേപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു 4 പീസിൽ ഒരു പീസ് എനിക്ക് വേറെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ. 3 പീസ് വെച്ചിട്ടാണ് നമ്മൾ ഫ്ലവർ ഉണ്ടാക്കുന്നത്. അതിലൊരു ഫ്ലവർ 30 ഇഞ്ച് ലെങ്ത്തിൽ തന്നെ ചെയ്യുന്നുണ്ട്. ഒരു ഫ്ലവർ 60 ഇഞ്ച് ലെങ്ത്തിലാണ് കേട്ടോ നമ്മൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലവർ ഉണ്ടാക്കാനായിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ 30 ഇഞ്ചിൻ്റെ ഫ്ലവറാണ് 30 ഇഞ്ച് ലെങ്ത്ത് എടുത്തിട്ടുള്ള ക്ലോത്തിലാണ് ഞാൻ ഫ്ലവർ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതേപോലെയാണ് നമ്മുടെ ഈ ഒരു ഫ്ലവർ വരുന്നത്. അപ്പോൾ ഈ ഒരു ഫ്ലവറാണ്, ഈ ഒരു ലെങ്ത്തിലാണ് നമ്മൾ ഈ ഒരു ഫ്ലവർ ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. 60 ഇഞ്ച് ലെങ്ത്ത് എടുക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടിയും ലെങ്ത്ത് വലിയൊരു ഫ്ലവറായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഈ ഒരു ക്ലോത്തിനെ ഞാൻ ഇതേപോലെ ഒന്ന് സെൻറ്റർ മടക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ചീത്ത വശത്തേക്കാണ് മടക്കി കൊടുക്കുന്നത്. ഉൾവശം നല്ല വശം ഉള്ളിലായി വരുന്ന വിധത്തിൽ കേട്ടോ. എന്നിട്ട് സൈഡ് ഒന്ന് അരികുവശത്ത് ഇതേപോലെ ഒന്ന് കോണാകൃതിയിലൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 2 സൈഡും അതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ബാക്കിയുള്ള ഭാഗത്തൊന്നും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നില്ല. അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം ഞാൻ എന്താ ഇവിടെ ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല വശത്തേക്ക് ആക്കി കൊടുക്കുക. അപ്പോൾ ആ എൻഡ് ഭാഗമൊക്കെ ഒന്ന് കറക്റ്റ് ലെവലാക്കി കൊടുക്കുക കേട്ടോ. ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് ഈ അരികോശമൊക്കെ ഒന്ന് വേണമെങ്കിൽ ഒരുക്കി കൊടുക്കണമെങ്കിൽ ഒരുക്കി കൊടുക്കാം. അതിനുശേഷം ഞാൻ എന്താ ഇതുപോലെ ഇങ്ങനെ ഒന്ന് പ്ലീറ്റ്സ് ഇട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്യണത് കാണിക്കുന്നില്ല. അത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ തന്നെ സൂചി നൂല് ഉപയോഗിച്ചിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ മെഷീനിലാണ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത്. അങ്ങനെ പ്ലീറ്റ്സ് ഇട്ട് എടുത്തതിന് ശേഷം ഞാൻ എന്താ അവിടെ സൂചി നൂല് ഉപയോഗിച്ചിട്ട് ഒന്ന് തുന്നി കൊടുക്കുന്നുണ്ട് കേട്ടോ. തുന്നി കൊടുക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മൾ ഈ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്നത് പോലെ തന്നെ ഈ ഒരു സൂചി നൂല് ഉപയോഗിച്ചിട്ട് ഒന്ന് നമ്മൾ ഫ്ലവേഴ്സൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് മുൻപ് വേറെ ഫ്ലവറൊക്കെ ഉണ്ടാക്കുമ്പോൾ കാണിച്ചിട്ടില്ല, ഇതേപോലെ ഇങ്ങനെ നന്നായി ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം നമുക്കിങ്ങനെ ഒന്ന് ചുരുക്കി കൊടുക്കാം കേട്ടോ. ചുരുക്കി ഇങ്ങനെ ആ ഒരു നൂല് വലിച്ചു കൊടുക്കുമ്പോൾ ചുരുക്കി വരും. അതിന് ശേഷം ഞാൻ എന്താ ഇതേപോലെ ഇങ്ങനെ മടക്കിയിട്ട് തുന്നി കൊടുക്കുന്നുണ്ട്. മടക്കുന്നതിനനുസരിച്ച് നമ്മൾ ഒപ്പം തുന്നി കൊടുക്കണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കത് ലെവലായിട്ട് നിൽക്കില്ല. അപ്പോൾ വല്ലാണ്ട് ടൈറ്റാക്കി മടക്കി കൊടുക്കരുത്. ചെറിയ ഇങ്ങനെ ലൂസ് വരുന്ന വിധത്തിലായിട്ട് ഇതേപോലെ മടക്കിയിട്ട് 2-3 ചുറ്റൊക്കെ ഇങ്ങനെ ചുറ്റി കൊടുത്തതിന് ശേഷം ഒന്ന് സൂചി നൂല് ഉപയോഗിച്ചിട്ട് തുന്നി കൊടുക്കുക കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ ചെറിയൊരു ഭാഗം മിസ്സായി പോയിട്ടുണ്ടായിരുന്നു. നൂല് നന്നായി വലിച്ചു കൊടുക്കുക. എന്നിട്ട് ചെറിയ ചുളുക്ക് പോലെ വീണ്ടും ആ ഒരു ഇതാക്കി കൊടുക്കുകയായിരുന്നു കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിന് ശേഷമാണ് നമ്മൾ അത് സൂചി നൂലും കെട്ടിട്ടിട്ട് എടുത്തതിന് ശേഷം ഞാൻ എന്താ അവിടെ സൂചി നൂലും വീണ്ടും ഉപയോഗിച്ചിട്ടാണ് ഇതിങ്ങനെ തുന്നിയെടുക്കുന്നത് കേട്ടോ. ഇതിങ്ങനെ ജസ്റ്റ് അങ്ങനെ ചുരുക്കാക്കി കൊടുത്തതിന് ശേഷം വെറുതെ ഒന്നിങ്ങനെ ചുരുട്ടി എടുക്കുകയാണ്. വെറുതെ ഇങ്ങനെ ഒന്ന് ഉള്ളിലേക്ക് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നല്ല ഭംഗിയുള്ള ഒരു റോസ് ഫ്ലവർ തന്നെയാണ് കിട്ടണത്. പിന്നെ ഞാൻ ഓരോ ഇങ്ങനെ 2-3 ചുറ്റുമ്പോഴേക്കും തന്നെ ഞാൻ സൂചി നൂല് ഉപയോഗിച്ചിട്ട് തുന്നി കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കത് കറക്റ്റായിട്ട് കിട്ടില്ല. അപ്പോൾ ഇതൊരു 30 ഇഞ്ച് ലെങ്ത്ത് വരുന്ന ക്ലോത്ത് വെച്ചിട്ടാണ് നമ്മൾ ഇങ്ങനെ ഫ്ലവർ ഉണ്ടാക്കിയെടുത്തത് കേട്ടോ. അപ്പോൾ ഇത് 2 ചെറിയ ഫ്ലവർ എനിക്ക് ആവശ്യമുണ്ടായിരുന്നു. ഇനി ഒരു വലിയ ഫ്ലവറും കൂടി ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനത് 2 പീസ് വേറെ മാറ്റി വെച്ചത്. അതിൽ വേറെ ഒന്നും ചെയ്യാനില്ല. 2 പീസും കൂടി ഒന്ന് ക്ലോത്ത് ഒന്നിച്ചാക്കിയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ ഇതേപോലെ തന്നെ ഫ്ലവർ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ ഫുള്ളായിട്ട് നമ്മൾ ചുറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എൻഡിലായിട്ട് നമുക്കതൊന്ന് സൂചി നൂല് ഉപയോഗിച്ചിട്ട് തന്നെ നമുക്കൊന്ന് നന്നായി ടൈറ്റ് ചെയ്ത് കെട്ടിക്കൊടുക്കണം കേട്ടോ. വല്ലാണ്ട് ടൈറ്റല്ല ഉദ്ദേശിക്കുന്നത്. ഈ ഒരു ലെവലിൽ തന്നെ വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് വിട്ടുപോരാത്ത വിധത്തിലൊന്ന് തുന്നി കൊടുക്കാം കേട്ടോ, കെട്ടിട്ട് കൊടുക്കാം. അപ്പോൾ ഇതാണ് ഒരു ഫ്ലവർ കിട്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ 2 ഫ്ലവർ നമുക്കിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വലിയ ഫ്ലവർ ഉണ്ടാക്കാനായിട്ട് വേറെ ഒന്നുമില്ല. ഇതേപോലെ 2 ക്ലോത്ത് ഒന്നിച്ചാക്കിയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ 60 ഇഞ്ച് ലെങ്ത്ത് കിട്ടും നമുക്ക്. അതിന് ശേഷം നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്തെടുക്കാനായിട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ 3 ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഞാൻ ഒരു ഫ്രോക്കിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു ഫ്ലവർ ഉണ്ടാക്കിയിട്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ അത് വെച്ചിട്ടുള്ള ഒരു പിക്കും കൂടി ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരാം. ബൈ.